ഒരു വൻകുറ്റം ചെയ്തിട്ട് അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങാത്ത ആളെ പേരെന്താ മോനെ? ഒറ്റ വൻകുറ്റം ചെയ്തു, ഒറ്റ ഒന്ന്, പക്ഷെ അതിന് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല. അവന്റെ പേരെന്താ? അവന്റെ പേരാണ് ഫാസിഖ്. എന്താ പേര്? ഫാസിഖ്. ഒരു വൻകുറ്റം ചെയ്തു, അതിൽ നിന്ന് തൗബ ചെയ്ത് ഇതുവരെ മടങ്ങിയിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. പലതുകൊണ്ടും അല്ലാഹു തആല പുറത്തോടുന്നോ. വൻകുറ്റം പൊറുക്കണമെങ്കിൽ എന്ത് തന്നെ വേണം? തൗബ വേണം. ഉദാഹരണം വേണ്ടത്, കാരണമില്ലാതെ ഒരു നിസ്കാരം പിന്തിച്ചു, വൻകുറ്റം ഒന്നേ. ഇഷ്ടം പോലെ എണ്ണാണ്ട് വൻകുറ്റങ്ങൾ എണ്ണാണെങ്കിൽ 1, 2, 3, 4, 10 അല്ല. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത് വഹിയ ഇല 700 അഖ്റബ്, 700ഓളം വൻകുറ്റമുണ്ട് എന്നാണ്. ഒരു കിതാബിൽ തന്നെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ 500 വൻകുറ്റങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ദീന് പഠിപ്പിച്ച കാരണങ്ങൾക്ക് വേണ്ടിയല്ലാതെ നിസ്കാരം പിന്തിച്ചു. ഒരു നിസ്കാരം അങ്ങനെ പിന്തിപ്പോയോ ആ നിസ്കാരം വീട്ടിയിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. ഇനി മേലാൽ സംഭവിക്കൂല റബ്ബേ. തൗബ ചെയ്ത് മടങ്ങണം, യഥാർത്ഥത്തിലുള്ള തൗബ. അപ്പൊ ഇടക്കിടക്ക് ഈ പ്രവർത്തനം അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആള് എപ്പോഴും വൻകുറ്റത്തിലല്ലേ അയാൾ ജീവിക്കുന്നത്. അയാളും പറഞ്ഞതിൽ പെട്ടുമില്ലേ? വൻകുറ്റങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ട്, എന്റെ വക പറഞ്ഞതല്ല, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ആണ് ഫാസിഖിന്റെ നിർവചനം പറഞ്ഞത്. മനിർതകബ ദംബൻ അളീമൻ വലം യതുബു മിൻഹു, വൻപാപം ചെയ്തിട്ട് തൗബ ചെയ്ത് മടങ്ങാത്തവൻ ഫാസിഖാണ്. ബിദ്അത്തുകാരനോട് സലാം പറയാൻ പറ്റാത്തതുപോലെ ഫാസിഖിനോടും സലാം പറയാൻ പറ്റൂല. ബിദ്അത്തുകാരനെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റാത്തതുപോലെ ഫാസിഖിനെയും തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല. ബിദ്അത്തുകാരനെ രോഗം സന്ദർശിക്കാൻ പറ്റാത്തതുപോലെ ഫാസിഖിന്റെയും രോഗം സന്ദർശിക്കാൻ പറ്റൂല. ബിദ്അത്തുകാരനോടുള്ള വിവേചനം ഫാസിഖിനോടും ഉണ്ട്. ഫാസിഖും വലിയ കട്ടിയും കനവുള്ള സംഗതിയാണ്.